ഇന്ന് നല്ല പേടിച്ചൊരു ഡേ ആണ്. എന്തല്ലെങ്കിൽ മാസം പറഞ്ഞ കറക്റ്റ് 9 മന്തായ ഡേ ആണ്. അതുകൊണ്ട് തന്നെ എന്തെന്നറിയാല, എനിക്ക് നൈറ്റ് ആകുമ്പോൾ നല്ല പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടായി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ബാഗെല്ലാം റെഡിയാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വിടാമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നേരം ആകുമ്പോൾ തന്നെ നേരമായി. എന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയും കാണിക്കാനും ഇതെല്ലാം ഉണ്ടായി. അങ്ങനെ കാണിച്ചയും കുറച്ച് വീഡിയോസ് 8 മന്ത് കഴിഞ്ഞിട്ട് 9 മന്ത് ആകുമ്പോഴുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായി. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ എനിക്ക് പെയിൻ എങ്ങനെ വരുമോ അതൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല അടിവയറുണ്ടെങ്കിൽ നടുകടച്ചിലുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് എൻ്റെ പെരക്കാർ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല സാധാരണയായിട്ട് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് എന്ത് പെയിനെന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് 9 മന്ത് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു പെയിനും ഒരു മാസം അറിയുന്ന ആ പെയിനാണ് ഉണ്ടായത്. ഇത് ഞങ്ങൾക്ക് കുറച്ച് പ്രൊമോഷന് വന്ന ഐറ്റംസാണ് അൺബോക്സ് ആക്കിയത്. പിന്നെ എൻ്റെ പ്രഗ്നൻസിയിൽ അപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എല്ലാം ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം 3 മണിക്കെല്ലാം എനിക്ക് ചോറ് തിന്നാനുള്ള ക്രേവിങ്സ് എല്ലാം ആയിട്ടുണ്ടായി. ഞാൻ മുമ്പൊന്ന് വിചാരിച്ചുകൊണ്ടുണ്ടായി ഇങ്ങനെല്ലാം ചേഞ്ച് ആവോ, അതെല്ലാം വെറുതെ ആക്കുന്നുണ്ടാവോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. പക്ഷെ അല്ല, ചോറും ഉണക്ക് ഇതെല്ലാം എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവം പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ലൈക്കായി. അപ്പോൾ ഡെലിവറി ആകുന്ന ടൈമിൽ അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അങ്ങനെ അപ്പൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടി. 7 മന്തിൽ അപ്പമംഗല കഴിക്കേണ്ടത് ഞങ്ങൾ 9 മന്തിലാണ് കഴിച്ചത്. ബിക്കോസ് അപ്പോൾ ജോബിലുണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. സോ അങ്ങനെ നമ്മൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കെയറിങ് എല്ലാം അധികം കിട്ടുന്നുണ്ടായി അപ്പൂൻ്റെ നിന്ന്. അപ്പോൾ അപ്പൂൻ്റെ നിന്ന് ഞാൻ നല്ലോണം മിസ്സാക്കിയത് അപ്പൂൻ്റെ കെയറിങ് തന്നെയാണ്. പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ട്രൈ ആക്കി. പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തായെങ്കിലും ഫുഡ് മസ്റ്റ് തന്നെയല്ലേ നമുക്ക്. പിന്നെ ആടക്ക് പോയെങ്കിൽ ഫുഡാണ് മെയിൻ. പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം നമുക്ക് പുറത്തുനിന്ന് തന്നെ ഉമ്മയെല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മനെ കുറേ ഐറ്റംസ് നമുക്ക് ലൈക്ക് ചെയ്യണം പറഞ്ഞിട്ട് പ്രിപ്പയർ ആയിട്ട് തന്നിട്ടുണ്ടായി. പിന്നെ ഡെയിലി അപ്പോൾ ഉള്ള ടൈമിൽ ഡെയിലി അപ്പൻ്റെ റൂട്ടീനാണ് ബേബിനോട് സംസാരിക്കുന്നത്.